തിരിച്ചടിച്ചു തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. അതായത് ലഷ്കർ-ഇ തോയ്ബ തലവനെ സുരക്ഷാ സേന വധിച്ചിരിക്കുകയാണ്. കൊല്ലപ്പെട്ടത് അൽത്താഫ് ലല്ലി എന്ന് പറയുന്ന ലഷ്കർ-ഇ തോയ്ബയുടെ കമാൻഡറെയാണ് ഇന്ത്യ വധിച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞോ? ഇന്നലെ ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിച്ചു. ആ പ്രസംഗം കേട്ടായിരുന്നു. പ്രസംഗം ഹിന്ദിയിലായിരുന്നു. ഹിന്ദിയിൽ സംസാരിക്കാനാണ് മോദിക്ക് ഇഷ്ടം. പ്രസംഗം ഇന്ന് ഹിന്ദിയിൽ ഇങ്ങനെ അതിന് ഹൈ ടെമ്പോയിലെത്തിയപ്പോൾ പെട്ടെന്ന് മോദി ഇംഗ്ലീഷിലേക്ക് മാറി. ഇംഗ്ലീഷിലേക്ക് മാറിയിട്ട് പ്രസംഗിച്ചത് മലയാളത്തിൽ ഞാൻ പറയാം. ഞാൻ ബീഹാറിൻ്റെ മണ്ണിൽ നിന്ന് പറയുകയാണ്. ഇന്ത്യ ഓരോ ഭീകരനെയും തിരിച്ചറിഞ്ഞ് അവൻ്റെ പിന്നാലെ ചെന്ന് അവനെ അടിക്കും. അവൻ ലോകത്തിൻ്റെ ഏത് കോണി പോയാലും അവനെ അവിടെ ചെന്ന് പിടികൂടി ശിക്ഷിക്കും എന്നാണ് മധുബനിയിലെ ഇന്നലത്തെ പ്രസംഗത്തിൽ മോദി പറഞ്ഞത്. ഈ പ്രസംഗം നമ്മുടെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രസംഗത്തെ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യ ഭീകരന്മാരെ തിരിച്ചടിക്കും. എങ്ങനെ? പിന്നാലെ ചെന്നു തിരിച്ചടിക്കും. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അവിടെ ചെന്ന് തിരിച്ചടിക്കും. ഇത് എന്താ മനസ്സിലാക്കിയത്? മോദി ഒരു പച്ച ലൈറ്റ് ഇട്ടു. ആർക്കാന്നറിയോ? അജ്ഞാതനോട് പറഞ്ഞിരിക്കുന്നു. അജ്ഞാതനുള്ള ഓർഡറാണ് ഇന്നലെ മോദി നൽകിയതെന്ന് വ്യാഖ്യാനിച്ചാൽ തെറ്റില്ല. കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ അജ്ഞാതന്മാരുണ്ട്. കാനഡയിലുണ്ട്, അമേരിക്കയിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, എവിടെയും അജ്ഞാതനുണ്ട്. മോദിയുടെ, അമിത്ഷായുടെ അല്ലെങ്കിൽ അജിത് ഡോവലിൻ്റെ ഒരു പച്ച സിഗ്നൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ അജിത് ഡോവലാണ് കൊടുക്കുന്നത്. അജിത് ഡോവലിന് പകരം മധുബനിയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച മോദി ഇംഗ്ലീഷിൽ പറയുകയാണ്. അത് ലോകത്തുള്ള മുഴുവൻ അജ്ഞാതന്മാരും കേൾക്കാൻ. എല്ലാ അജ്ഞാതന്മാരും ഹിന്ദി മാത്രം പറയുന്നവരൊന്നുമല്ല. റഷ്യൻ സംസാരിക്കുന്ന അജ്ഞാതന്മാരുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന അജ്ഞാതന്മാരുണ്ട്, ആ റഷ്യനും ഇംഗ്ലീഷും മാത്രം അറിയാവുന്ന അജ്ഞാതന്മാരുണ്ട്. അത്ഭുതം തോന്നുന്നുണ്ടോ? കാരണം അങ്ങനെയാണ് റോ അടക്കമുള്ള ഏജൻസികൾ പ്രവർത്തിക്കുന്നത്. എല്ലാം ഇന്ത്യക്കാരൊന്നും ആവണമെന്നില്ല. അപ്പോൾ അവർക്ക് ഇക്കുറി അമിത്ഷാ അല്ല, അജിത് ഡോവലല്ല, സാക്ഷാൽ നരേന്ദ്രമോദി നേരിട്ട് ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? എവിടെ ചെന്നാലും അവിടെ കയറി അടിച്ചോ എന്നുള്ള സിഗ്നൽ കൊടുത്തിരിക്കുകയാണ് ഇന്നലത്തെ പ്രസംഗത്തിലൂടെ. അതൊരു വലിയ സിഗ്നലാണ്. കാരണം മോദി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയോട് കളിച്ച വീട്ടിൽ കയറി അടിക്കുന്നു. അതിനുശേഷമാണ് അജ്ഞാതൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഓപ്പറേഷൻ നടത്തിയത്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ കവർട്ട് ഓപ്പറേഷൻസ് നടത്തുന്ന രാജ്യങ്ങളിലൊന്ന് ഇസ്രയേലും പിന്നെ അമേരിക്കയുമാണ്. CIA ആണ്. ഇപ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വരെ പറയായിരുന്നു, ഇവിടെ എന്ത് നടന്നാലും ഇത് CIA പദ്ധതിയാണെന്ന്. ഇങ്ങനെ CIA ഇങ്ങനെ അരങ്ങുവാഴുന്ന അമേരിക്കയുടെ മണ്ണിൽ ഇന്ത്യ ഓപ്പറേഷൻ നടത്തിയെന്ന് പറഞ്ഞ ആരാ? അമേരിക്കയാണ്. FBI ഒരു ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി. വികാസ് യാദവ് എന്ന് പറയുന്ന ഇന്ത്യൻ ഓഫീസർ, റോയുടെ ഏജന്റാണ്. അയാളെ പിടികിട്ടാ പുള്ളിയായിട്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു 4 മാസം, ട്രംപ് അധികാരത്തിൽ വരുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പാണ് ബൈഡൻ സർക്കാർ വികാസ് യാദവ് എന്ന് പറഞ്ഞ ആൾ, റോയാണ്, അയാളുടെ ഫോട്ടോ, മിലിറ്ററി യൂണിഫോമിൽ നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചത്. ആലോചിച്ച് നോക്കുക, അവിടെയുള്ള പൻവൻ എന്ന് പറയുന്ന സിഖ് ഭീകരനെ, ഖാലിസ്ഥാൻ ഭീകരവാദിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ഇതിൻ്റെ. നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന ഒരിടനിലക്കാരൻ വികാസ് യാദവ് നിഖിൽ ഗുപ്തയോട് സംസാരിച്ചു. നിഖിൽ ഗുപ്ത ഈ ഒരു ഹിറ്റ്മാനെ കണ്ടു. ഹിറ്റ്മാന് വേണ്ടിയിട്ട് ഏതാണ്ട് $15,000 അഡ്വാൻസ് കൊടുത്തു ഈ പന്നുവിനെ കൊല്ലാൻ വേണ്ടി. പക്ഷേ അവിടെ ഒരു ചതി പറ്റി. ഈ ഇടനിലക്കാരനായിട്ട് വന്ന ആൾ അമേരിക്കയുടെ ഒരു രഹസ്യാന്വേഷണ ഏജൻ്റായിരുന്നു. അപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻറ്റുമാർ കൊണ്ട് ഈ പന്നുവിനെ കൊല്ലാൻ വേണ്ടി കൈക്കൂലി കൊടുത്തത്, കാശ് കൊടുത്തത് അമേരിക്കയുടെ ഏജൻറ്റിനായിരുന്നു. അപ്പം നമുക്ക് പറ്റിയൊരു പാളിച്ച. ആ പാളിച്ചയുടെ ഭാഗമായിട്ടാണ് വികാസ് യാദവ് എന്നുള്ള പേര് പുറത്തു വരുന്നതും അയാൾ ഇന്ത്യയുടെ റോയുടെ ഏജൻ്റാണെന്ന് അമേരിക്ക പറയുകയും ചെയ്തു. ഇന്ത്യ പറഞ്ഞു, ഞങ്ങളുടെ റോയൊന്നുമല്ല, അയാൾ CRPFൻ്റെ കമാൻഡോ ആയിരുന്നു, കമാൻഡോയിൽ നിന്ന് അയാളുടെ ജോലിയൊക്കെ പോയി, പിന്നെ അയാൾ അമേരിക്കയിലൊക്കെ എന്തോ കാര്യത്തിന് പോയതാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ FBI ആവശ്യപ്പെട്ടു അയാളെ പിടിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, അതെങ്ങനെ തരാൻ പറ്റും, ഇയാൾ ഇവിടെ വന്നിട്ട് ഒരു പിടിച്ചുപറി കേസിലെ പ്രതിയാണ്, അതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, കേസുള്ളപ്പോൾ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? കേസുള്ളപ്പോൾ ആ കേസ് മോഷണ കേസാണ്, ഒരുത്തനെ വഴിയെന്ന് ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ മോതിരം ഊരി വാങ്ങിച്ചു എന്നുള്ള കേസാണ്. അതുകൊണ്ട് കേസുണ്ട്, കേസിൽ വിചാരണ നടക്കണം, ചിലപ്പം മജിസ്ട്രേറ്റ് കോടതി അയാളെ ശിക്ഷിക്കും. അപ്പോൾ അയാൾ ജില്ലാ കോടതി അപ്പീൽ പോവും, അവിടെയും ശിക്ഷിച്ചാൽ പിന്നെ അയാൾ ഹൈക്കോടതി പോകും, അവിടെയും ശിക്ഷിച്ചപ്പോൾ അയാൾ സുപ്രീം കോടതി വരും. ഇത്രയും വലിയ ലോങ് ലീഗൽ പ്രോസസ്സുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ വിട്ടുതരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ റോയാണോ ഇല്ലയോ എന്ന് ഉറപ്പായി. അപ്പോൾ ഏതായാലും ഇന്ത്യ അമേരിക്കയിൽ പോയി ഈ അണ്ടർ കവർ ഓപ്പറേഷൻസ് നടന്നു, കവേർട്ട് ഓപ്പറേഷൻസ് നടത്തുന്നത് FBI പറഞ്ഞത് 4-5 മാസം മുമ്പാണ്. എന്തിന്? കാനഡ എന്താ പറയുന്നത്?
കാനഡ പറയുന്നു ഇവിടെ വന്നിട്ട് ഒരുപാട് പേരെ കൊല്ലുകയാണ്, ഖാലിസ്ഥാൻവാദികളെ. നിജ്ജാറിനെ കൊന്നു, അത് റോയാണ്, മോദിയാണ്, അമിത്ഷായാണ്, അജിത് ഡോവലാണെന്ന് പേരെടുത്ത് പറഞ്ഞു. ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. ന്യൂയോർക്ക് ടൈംസിന്റെ ഇന്റർവ്യൂവിൽ അവിടുത്തെ മന്ത്രി പറഞ്ഞു. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടർ ചോദിച്ചു അതിന്റെ പേരിൽ അമിത്ഷായാണോ, അജിത് ഡോവലാണോ, മോദിയാണോ എന്ന് ചോദിച്ചു. യെസ് 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 എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ ഈ ലോകത്തെമ്പാടും ഇപ്പോൾ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. പിന്നെ പാകിസ്ഥാനിലെ കാര്യം പറയണ്ടല്ലോ. പാകിസ്ഥാനിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിൻ അങ്ങോട്ട് പിടിച്ചോണ്ട് പോയി. അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ പട്ടാളക്കാരെയും, മിലിറ്ററി മാത്രം സഞ്ചരിക്കുന്ന, ISI മാത്രം സഞ്ചരിക്കുന്ന ട്രെയിനായിരുന്നു ജാഫർ എക്സ്പ്രസ്. ലോകത്ത് ഇങ്ങനെ ട്രെയിൻ തട്ടിക്കൊണ്ടുപോലും ആരും കെട്ടിട്ടില്ല. അതിലുള്ളവരെ മുഴുവൻ 93 പേരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൊന്നു. പാകിസ്ഥാൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു ഇത് മുഴുവൻ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് എന്ന്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇപ്പോൾ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്, ലോകത്തെവിടെ പോയാലും അവനെ ഞങ്ങൾ പിടിക്കും, പിടികൂടി പിന്നാലെ ചെന്ന് ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ ലോകത്തവിടെ ഇന്ത്യൻ പട്ടാളം പോവോ, BSF പോവോ? ഇല്ലല്ലോ. പിന്നെ ആരെ ഉദ്ദേശിച്ചിട്ടാണ് മോദി ഇത് പറഞ്ഞത്? ഈ നമ്മൾ ഇന്നലത്തെ മധുബനി പ്രസംഗം ഡീകോഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ കൊച്ചിയിലും എവിടെയും സ്ലീപ്പർ സെല്ലുകളുണ്ട് ISIക്ക് എന്ന് പറയുന്ന പോലെ മോദിയുടെ ഭരണകാലത്ത് ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇന്ത്യക്ക് സ്ലീപ്പർ സെല്ലുകളുണ്ട്. ഇന്ത്യൻ ഇൻട്രസ്റ്റുകൾ, ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സ്ലീപ്പർ സെല്ലുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ സ്ലീപ്പർ സെല്ലുകളെ ഒട്ടാകെ ഒന്നിച്ചുണർത്തുന്ന ഒരു പ്രസംഗമാണ് ഇന്നലെ മധുബനിയിൽ മോദി നടത്തിയത്. അത് ലോകരാജ്യങ്ങൾ കേൾക്കാൻ കൂടിയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. അപ്പോൾ അതോടൊപ്പം തന്നെ മോദിയുടെ ഒരു മെസ്സേജ് ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗത്ത് ഉള്ള ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഗ്രൂപ്പുകൾക്ക്, സെല്ലുകൾക്കുള്ള ഒരു മെസ്സേജ് കൂടിയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ട തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഹിന്ദി ആവണമെന്നില്ല സംസാരിക്കണമെന്നുള്ളത്. മറ്റു പല റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരുണ്ടാകും, എന്തിനും ചൈനീസ് സംസാരിക്കുന്നവർ പോലും ഉണ്ടാവാം. കാരണം നമ്മൾ ഈ പോലെയുള്ള ഏജൻസികൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവർ പോയി തോക്കെടുത്ത ആളുകളെ വെടിവെച്ച് കൊല്ലുന്നതല്ല. അവിടെ ചെന്നിട്ട് അവർ നോക്കിയിട്ട് എന്ത് ചെയ്യും, അവിടെ പറ്റുന്ന ലോക്കലായിട്ടുള്ള സഹായങ്ങൾ തേടും. എന്നിട്ട് ചിലപ്പോൾ മിക്കവാറും വാടക കൊലയാളികളെ ആയിരിക്കും സമീപിക്കുന്നത്. ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കും, ഇന്നയാളെയാണ് തീർക്കേണ്ടത്, ഒരു കാര്യം ചെയ്യും, അവിടുത്തെ ആളുകളെ കണ്ടെത്തിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്കൊരു പ്രതിഫലം കൊടുക്കും. അവർ പോയി ഓപ്പറേഷൻ നടത്തും. അവസാനം പോലീസ് പിടിക്കാൻ വരുമ്പോഴത്തേക്കോ അത് അവിടുത്തെ ലോക്കൽ ഗ്യാങ് വാറാന്ന് പറയും. പിടിക്കുന്നത് അവിടുത്തെ ലോക്കൽ ആളുകളായിരിക്കും. ലോക്കൽ ആളെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് കേസ് നടത്താനുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ അവൻ ബെയിൽ കിട്ടി, ജാമ്യം കിട്ടി, പുറത്തിറങ്ങി വരും. ഇങ്ങനെയൊക്കെ ഓപ്പറേഷൻസ് നടക്കുന്ന റഷ്യൻ ടീമിനെ ഉപയോഗിക്കാറുണ്ട്, ചൈനീസ് ആളുകളെ ഉപയോഗിക്കാറുണ്ട്, ആഫ്രിക്കൻസിനെ ഉപയോഗിക്കാറുണ്ട്. പല രാജ്യങ്ങളിലും പല രഹസ്യാന്വേഷണ ഏജൻസികളും പോലെയും മൊസാദ് പോലെയുള്ളവരൊക്കെ നേരിട്ട് അവർ മാത്രം പങ്കെടുക്കുന്ന ഓപ്പറേഷൻസ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഏജൻസികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്നലത്തെ പ്രസംഗം ഇത്രയേ ഉള്ളൂ. അജ്ഞാതന്മാരെ ഒരുങ്ങിക്കോളൂ, ഇന്ത്യയുടെ ശത്രുക്കൾ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തിരിക്കുന്നവർ ലോകത്തിൻ്റെ പല ഭാഗത്തുകൊണ്ട് അവരെ വേട്ടയാടി പിടിക്കുമെന്ന് മുതലാളി പറഞ്ഞിരിക്കുകയാണ്. ഏത് മുതലാളി? മോദി മുതലാളിയുടെ പ്രസംഗം നടപ്പാക്കേണ്ട ബാധ്യത ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള അജ്ഞാതന്മാർക്കുണ്ടായി. നമ്മളിപ്പോൾ ഏറ്റവും അടുത്ത ദിവസം കേൾക്കും, പാകിസ്ഥാനിൽ അജ്ഞാതന്മാരുടെ ഒരു മാലപ്പടക്കത്തിന് വരും ദിവസങ്ങളിൽ തീ കൊളുത്താൻ പോവുകയാണ്. ബലൂചിസ്ഥാനിൽ നിന്നും കേൾക്കുന്നില്ല, ബലൂജിൽ നിന്നുണ്ടാവും, പഷ്തൂൺ മേഖലയിൽ നിന്നുണ്ടാവും, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ നിന്നുണ്ടാവും. ഏതായാലും നമ്മൾ ഇന്നലെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്, 2 രാജ്യങ്ങൾ ചരിത്രത്തിലാദ്യമായി ഈ പഹൽഗാം ആക്രമണത്തെ അപലപിച്ചു. ഒന്ന് അഫ്ഗാനിസ്ഥാൻ പരസ്യമായി അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രി പ്രസ്താവന ഇറക്കി. ഈ മേഖലയിലെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ നടപടി. ഇതിനെ അങ്ങേയറ്റം അഫ്ഗാനിസ്ഥാൻ താലിബാൻ പറഞ്ഞു, ഞങ്ങൾ അപലപിക്കുന്നു, ഞങ്ങൾ ഇതിന് ഇന്ത്യയുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞു. നോക്കൂ, മുസ്ലിം ഭീകര സംഘടനയാണ് താലിബാൻ. ആ താലിബാൻ ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നത്. നമ്മളാണേ അവർക്ക് മരുന്ന് കൊടുക്കുന്നത്, കഴിക്കാൻ അരി കൊടുക്കുന്നത് നമ്മളാണേ. നമ്മുടെ വിദേശകാര്യമന്ത്രിയും അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയും കൂടെ ദുബായിൽ വെച്ചൊരു മീറ്റിംഗ് ചേർന്നിരുന്നു. ആ മീറ്റിങ്ങിന് ശേഷമാണ് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം സൗഹൃദം മെച്ചപ്പെടുത്താൻ തീരുമാനിക്കുകയും പാകിസ്ഥാനിലെ ചില ഭാഗങ്ങളിലൊക്കെ അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തുന്നു. അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി. ഓർക്കുന്നില്ലേ? 2 മാസം മുമ്പാണ് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ പോയി അഫ്ഗാനിസ്ഥാനിൽ ബോംബിട്ടത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ പല മേഖലകളിലും സൈനിക ക്യാമ്പുകൾ ഉൾപ്പെടെ ആക്രമിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന് വേണ്ടുന്ന പണം, മരുന്ന്, ചികിത്സാ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഖത്തർ സുൽത്താൻ ഇപ്പോൾ വന്നിട്ട് പോയല്ലോ. ഖത്തർ സുൽത്താൻ വന്നിട്ട് പോയപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടത്, ഈ താലിബാൻ ഭരണകൂടത്തെ ലോകത്തെ പല രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നയതന്ത്ര ഓഫീസുകൾ, എംബസികൾ ലോകത്തെ പല രാജ്യങ്ങളിലും അഫ്ഗാനിസ്ഥാനെ തുറക്കാൻ കഴിയുന്നില്ല. ഇന്ത്യക്കൊരു എംബസി
തുറക്കാൻ അനുവാദം കൊടുത്തുകൂടെ എന്നുള്ള ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നു. ഇന്ത്യ പറഞ്ഞു ഇപ്പോൾ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും അഫ്ഗാനിസ്ഥാനെ അംഗീകരിക്കേണ്ട, താലിബാനെ അംഗീകരിക്കേണ്ട എന്ന് തീരുമാനം ഇരിക്കുമ്പോൾ ഒഫീഷ്യലി നമുക്കൊരു എംബസിയൊക്കെ തുറക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യാം, ഈ ഖത്തറിൽ അല്ല അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വരുന്ന ആളുകളുണ്ട്, വ്യാപാരത്തിനും ചികിത്സയ്ക്കുമൊക്കെ ആയിട്ട് ഇവിടെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നോഡൽ ഓഫീസ് പോലെ ഒരു ഓഫീസ് ആയിക്കോട്ടെ, എംബസി എന്ന് പേര് വെക്കേണ്ടതല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു നോഡൽ ഓഫീസ് തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ ഖത്തറിലെ അഫ്ഗാനിസ്ഥാൻ അംബാസഡറുടെ മകനെയാണ് ഇന്ത്യയിലേക്ക് ഈ നോഡൽ ഓഫീസറുടെ റോളിലേക്ക് അയക്കാൻ പോകുന്നതെന്ന് വാർത്തയുണ്ട്. അപ്പോൾ ഫലത്തിൽ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം താലിബാനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ താലിബാന് ലോകത്ത് വലിയ അംഗീകാരമാണ്. കാരണം ഇന്ത്യ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഓക്കെയാണ്, പിന്നെ നമുക്കും കൂടെ നോക്കാം എന്ന് മറ്റു രാജ്യങ്ങൾ പറയും. കാരണം ഇന്ത്യ ഇപ്പം ഈ മുസ്ലിം ഭീകരവാദത്തിനെതിരെ വലിയ പോരാട്ടം നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഇന്ന് നേപ്പാൾ തീരുമാനിക്കാം, ഭൂട്ടാൻ തീരുമാനിക്കാം, മ്യാൻമർ തീരുമാനിക്കാം, ശ്രീലങ്ക തീരുമാനിക്കാം. അങ്ങനെ വലിയൊരു അക്സെപ്റ്റൻസ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് കിട്ടാൻ ഇന്ത്യ താലിബാനോട് എടുക്കുന്ന, താലിബാനോട് കാണിക്കുന്ന സൗഹാർദ്ദപരമായ നിലപാട് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മരുന്ന്, ഭക്ഷണം, കമ്പിളികൾ, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ അഫ്ഗാനിലേക്ക് സൗജന്യമായി കയറ്റി അയക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ല ബന്ധം നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ നിലപാടിനോടൊപ്പമാണെന്ന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞ്. സൗദിയുടെ കാര്യമാണ് ഏറ്റവും രസം. സൗദി ഈ തീവ്രവാദത്തെയൊക്കെ എതിർക്കുന്നുണ്ട്. പക്ഷെ സൗദി ഇന്നലെ മിനിഞ്ഞാന്നിറക്കിയ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതറിയോ? അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഞങ്ങൾ അപലപിക്കുന്നു എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്? ഭീകരവാദത്തിന് ഞങ്ങൾ എതിരാണെന്നാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു വിശാലമായ അർത്ഥമുണ്ട്. ഒന്ന്, പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അതിർത്തി കടന്നുള്ള ഭീകരവാദം. നോക്കൂ, അത് മാത്രമല്ല, ഇത് തന്നെയാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് ഇസ്രയേലിൽ നടന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൻ്റെ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം നടത്തി. അന്നുപോലും സൗദി അറേബ്യ അതിർത്തി കടന്നുള്ള ഭീകരവാദം തെറ്റാണെന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് ഇന്ത്യയുമായുള്ള ബന്ധത്തിന് ശേഷം നരേന്ദ്രമോദി അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ ഭീകരാക്രമണം നടന്നത് എന്നതുകൊണ്ട് മുഹമ്മദ് ബിൻ സൽമാനാണ് ഇപ്പോൾ സൗദിയുടെ കിരീടാവകാശി എന്നതുകൊണ്ട് അദ്ദേഹം റാഡിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റിവെക്കുന്ന ആളായതുകൊണ്ട് ഇനി പലസ്തീൻ പ്രശ്നം എൻ്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ രാജ്യത്ത് റാപ്പിഡായിട്ടുള്ള വികസനം ഉണ്ടാക്കുകയാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് ഹമാസിനെ കൈയൊഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഹമാസിൻ്റെ കൂടെ പിന്തുണ ഉണ്ടെന്ന് ഓരോ ദിവസവും തെളിവുകൾ പുറത്തു വരുന്ന പഹൽഗാം ഓപ്പറേഷന് ശേഷം ആദ്യമായിട്ട് സൗദി അറേബ്യ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഇന്ത്യക്ക് വലിയ വിജയമാണത്. ഈ അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ്റെ പിന്തുണ, ഒപ്പം സൗദി അറേബ്യയുടെ പിന്തുണ. സൈനികമായൊന്നും നമുക്ക് ഗുണം ചെയ്യില്ലായിരിക്കും, പക്ഷേ ധാർമ്മികമായി പൊളിറ്റിക്കലി നമുക്ക് വലിയ സപ്പോർട്ടാണ്. ഇപ്പം ഇസ്രായേലിൻ്റെ പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ഒരു ടീം തന്നെ ഡൽഹിയിൽ വന്നിട്ടുണ്ട്. പുടിൻ പറഞ്ഞിട്ടുണ്ട് എന്തു വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് വീണ്ടും രണ്ടാമത്തെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ശക്തിപ്പെടുത്താണ്. ഒപ്പം അതിനേക്കാളും പ്രധാനമാണ്, ഞാൻ പൊളിറ്റിക്കലി അതിനേക്കാൾ പ്രധാനമാണ് താലിബാൻ്റെയും സൗദി അറേബ്യയുടെയും സ്റ്റേറ്റ്മെൻ്റ് എന്ന് ഞാൻ കാണും. ഏതായാലും മോദി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സന്ദേശത്തിൻ്റെ റിസൾട്ട് നമുക്ക് വരുന്ന ഏതാനും ദിവസങ്ങൾക്കറിയാം. ലോകത്തെമ്പാടുമുള്ള അജ്ഞാതന്മാർ കളത്തിൽ ഇറങ്ങുകയാണ്. അടി മോനെ, അടിക്കടാ മോനെ എന്ന് മോദി പറഞ്ഞു. ഇനി അടി എപ്പോൾ വരും എന്ന് നോക്കിയാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.